ഹലോ മൈ ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തെ. ഒരു ദിനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടാണ് ആ ദിനം തുടങ്ങുന്നതെങ്കിൽ ആ ഒരു ദിനം പൂർണ്ണമായും പോസിറ്റീവായിരിക്കും എന്ന് പറയാം. എന്നാൽ ഒരു ദിനം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ക്ഷീണമാണ്, എഴുന്നേൽക്കണോ, അങ്ങനെ മടി പിടിച്ച് സാവധാനമാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ നമ്മുടെ ആ ദിനവും അത്രത്തോളം ഒരു നെഗറ്റീവായി പോകാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അതുകൊണ്ട് ഒരു ദിനം എങ്ങനെ മനോഹരമായി നമുക്ക് തുടങ്ങാം, വളരെ എനർജറ്റിക്കായ ഒരു ദിനത്തെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ പറ്റിയാണ് ആദ്യം ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 5:30-6 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ഈ സമയത്ത് അധികം ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നേരെ പോവല്ല ചെയ്യേണ്ടത്. ബെഡിൽ നിന്നും ജസ്റ്റ് എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരിക്കുക. അതിനുശേഷം 2 കൈകളും മുറുക്കെ ബലം പിടിക്കുക. മുറുക്കെ ഇങ്ങനെ ബലം പിടിക്കുക, മുഷ്ടി ചുരുട്ടി ബലം പിടിക്കുക, സാവധാനം അയച്ചുവിടുക. ബലം മുറുക്കെ ഇങ്ങനെ കൈ ചുരുട്ടി ഇങ്ങനെ ബലം പിടിക്കുക, സാവധാനം കൈ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ 2 കാലും ഇങ്ങനെ നമ്മുടെ വിരലുകൾ ഉള്ളിലേക്ക് മടക്കി നല്ല ബലം പിടിക്കുക, മസിൽ പിടിക്കുക. അതിനുശേഷം മസിൽ സാവധാനം റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ 2 കൈകളും 2 കാലുകളും ഇങ്ങനെ ബലം പിടിക്കുക, സാവധാനം ഇങ്ങനെ റിലാക്സ് ചെയ്യുക. ഒരു 10 ടൈംസ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സാവധാനം കട്ടിൽ നിന്നും ഇറങ്ങി ജസ്റ്റ് നിങ്ങളൊന്ന് മുഖം കഴുകി, മുഖം നന്നായി തുടച്ച് ജസ്റ്റ് പുറത്തേക്ക് വരിക. പുറത്ത് നല്ല അന്തരീക്ഷത്തിൽ അത്യാവശ്യം വായു സഞ്ചാരമുള്ള, പ്രകൃതി കാണാൻ പറ്റുന്ന മനോഹരമായ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രകൃതിയിൽ ആ സമയത്ത് നോക്കിയാൽ കാണാൻ ഇമ്പമുള്ളത്, എന്ത് കാര്യത്തിലും ഒരു മനോഹാരിത നിങ്ങൾ കണ്ടെത്താൻ പറ്റും. ഒരു ചെറിയ പുഷ്പമായിരിക്കാം, ഒരു ചെറിയ ചെടിയായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ നനുത്ത മഴ പെയ്യുന്നതായിരിക്കാം. എന്ത് നിങ്ങൾക്ക് ഒരു കുളിർമയുള്ള രീതിയിൽ ജസ്റ്റ് സിമ്പിളായൊരു കസേരയിലോ ഒരു സ്റ്റൂളിലോ എവിടെയെങ്കിലും ഇരുന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് ചുമരിനോട് ചാരി നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. എവിടെയെങ്കിലും സ്വതന്ത്രമായി ഒന്ന് ഇരിക്കാൻ പറ്റിയാൽ ഏറ്റവും നന്നായിരിക്കും. എന്നിട്ട് നിങ്ങൾ ആ കാഴ്ചയിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങൾ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനത്തിൽ ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്യുക. ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനത്തിൽ വീണ്ടും ഇതേപോലെ തന്നെ ഒരിക്കൽ കൂടി ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ മനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വേൾഡാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. എന്തോരം നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഒരു കുഞ്ഞു ചെടിയിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കാണാൻ പറ്റണം. ആ രീതിയിൽ ഒരിക്കൽ കൂടി നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം 2 കണ്ണുകളും അടച്ചുകൊണ്ട് 2 കണ്ണുകളും നിങ്ങൾ സാവധാനത്തിൽ അടയ്ക്കുക. അടച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കുക. എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിൽ കാണുക. ഒരു സർക്കാർ ഉദ്യോഗം, നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളിപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്തിച്ചേരുകയാണ്. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നാണ് ആഗ്രഹിച്ചെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു സിനിമ കാണും പോലെ നിങ്ങൾ ആ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിങ്ങൾ ആ കൃത്യമായ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുകയാണ്. നിങ്ങളുടെ ജോലി കിട്ടിയതിൽ നിങ്ങളുടെ വീട്ടുകാർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ നോക്കുന്നത്. നിങ്ങളിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടേയിരിക്കുക. മറ്റുള്ള ആളുകൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട്, നിങ്ങൾക്ക് കിട്ടിയ ജോലിയിൽ നിങ്ങൾ വളരെയധികം അനുഗ്രഹീതനാണ്, വളരെയധികം സന്തോഷവാനാണ്. നിങ്ങളുടെ മനസ്സിൽ നിറയെ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. ഒരു കണ്ണാടിയിൽ എന്നതുപോലെ നിങ്ങളുടെ മുഖം മുന്നിൽ കാണുക. ആ സമയത്ത് നിങ്ങളുടെ മുഖം കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം കാണാം നിങ്ങൾക്ക്. ഇതെല്ലാം നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടേയിടുന്നതിന് ശേഷം നിങ്ങൾ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് ഇടുക. ബ്രീത്തിങ് എക്സസൈസ് സാവധാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഓരോ ശ്വാസവും